അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ്. കൺസിഡർ സെറ്റ് എക്സ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് റൂം. വൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അതായത് രണ്ടെണ്ണം ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. വൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നമുക്കറിയാം ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? We know that every element of y is also an element of x. We say that y is a subset of x. The fact that y is a subset of x is expressed ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ച്. y is a subset of x. അങ്ങനെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. സിമ്പിൾ സ്റ്റാൻഡ് ഫോർ ദ സബ്സെറ്റ്. എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? y is a subset of x. അവിടെ y കൊണ്ട് x കൊണ്ട് മീൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, y കൊണ്ട് മീൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ എന്താണ്? a set A is said to be a subset of b if every element of A is also an element of b. In other words, A is a subset of b. അങ്ങനെയാണ് വായിക്കുന്നത്. Whenever A belongs to capital A, then A belongs to capital B. It is also often combined into a symbol which means implies. എന്താണ്? Using this symbol നമ്മൾ എങ്ങനെ എഴുതാം? A subset of B, A belong to capital A implies A belong to capital B. A is a subset of B ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് എന്താണ്? A subset of B, A belong to A implies A belong to B. അതായത് സബ്സെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, വൈ ഇസ് എ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ എന്താണ്? ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളിലുള്ളത്, സ്കൂൾ എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ എന്താണ്? അതായത് ഒരു സ്കൂളിൽ 10 ക്ലാസ്, അപ്പം ഹൈസ്കൂൾ വരെയാണ് 10 ക്ലാസ്, ഒരു ഹയർ സെക്കൻഡറി ആണ് 12 ക്ലാസ് കാണും. ഈ ക്ലാസ്സുകളെല്ലാം സ്കൂളിൻ്റെ സബ്സെറ്റ് ആണ്. സോ വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. അതിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് സബ്സെറ്റ്. A set A is said to be a subset of set B എന്താണ്? Every element of A is also an element of B. അതായത് എല്ലാ ക്ലാസ്സുകളും സ്കൂളിലെ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ ക്ലാസ്സിനെ സ്കൂളിന്റെ സബ്സെറ്റ് എന്ന് പറയാം. അപ്പോൾ A subset of B, A belong to A. ഇതിനെ നമ്മൾ ബിലോങ്സ്, ഈ സിമ്പിളിന്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിലോങ്സ്. ഓക്കെ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ബിലോങ്സ്. ഇഫ് A belong to capital A means A belong to capital B. അതിന് പകരം നമ്മൾ ഇംപ്ലൈസ് ചെയ്ത് A subset of B if A belong to A implies A belong to B. അടുത്തത് A subset of B നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു. We read as if A is a subset of B, if A is a subset of B, if A is an element of A implies that A is also an element of B. എങ്ങനെയാണ് നോക്കണം? We read the statement as if A is a subset of B, if A is an element of capital A implies that A is also an element of capital B. അടുത്ത എന്താണ്? If A is not subset of B, നമ്മൾ നോട്ട്, ഒരു നോട്ട് വെച്ച് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. We may note that എന്താണ്? For A to be a subset of B എന്തായിരിക്കണം? All that is needed, every element of A is, അതായത് എയിലുള്ള എല്ലാ എലമെന്റും ബിയുടെ എന്തായിരിക്കണം? എലമെന്റ് ആയിരിക്കണം. It is possible that every element of B may or may not be in B. എന്തായിരിക്കണം? അങ്ങനെ എന്തായിരിക്കും? It is possible that every element of B may or may not be in A. എന്തുകൊണ്ടാണ്? ബി എന്ന് പറയുന്നത് വലുതാണ്, അതുകൊണ്ടാണ്. അതായത് ഇവിടെ എ ചെറുതാണ്, ബി വലുതാണ് എന്ന് പറഞ്ഞാൽ എയിലുള്ളതെല്ലാം ബിയിലുണ്ട്. അടുത്ത എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എവരി എലമെന്റ് ഇൻ ബി മേ നോട്ട് ബി ഇൻ എ, കാരണം ബി വലുതാണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് സോ ഹാപ്പൻസ് ദാറ്റ് എവരി എലമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ ഇൻ എ, എന്തായിരിക്കും? വി ഷാൽ ഓൾസോ ഹാവ് ബി സബ്സെറ്റ് ഓഫ് എ. ഇൻ ദിസ് കേസ് എന്തായിരിക്കും? എ ആൻഡ് ബി ആർ സെയിം സെറ്റ്. എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ. ഓക്കെ, അല്ല ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. എന്തായിരിക്കും? if and only if എന്തായിരിക്കും? A is a subset of B, B is a subset of A. അപ്പം implies and implied പോലെ if and only if A equal to B. Okay, it follows that from the above definition that every set A is a subset of itself. A is a subset of A. Since the empty set has no elements, we agree that empty set is a subset of every set. Okay, അപ്പം A is a subset of A itself. empty സെറ്റിൽ ഒരു എലമെന്റും ഇല്ലാത്തതുകൊണ്ട് empty set is a subset of every set. Okay, the set Q of rational number is subset of real number. എന്താണ്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറിന്റെ എന്താണ്? സബ്സെറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്ന Q is a subset of R. A is a set of all divisors of 56. B is a set of all prime divisors of 56. അപ്പം നമ്മൾ എന്ത് എഴുതും? B is a subset of A. എന്താണ്? A is a set of all divisors of 56. B എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ പ്രൈം ഡിവൈസേഴ്സ്. ആ ഡിവൈസറിൽ തന്നെ പ്രൈം ആയിട്ടുള്ള നമ്പറുകൾ. അതുകൊണ്ട് B is a subset of A. അടുത്ത എന്താണ്? A is 135, B is odd natural numbers less than 6. അപ്പം നമുക്ക് എന്ത് എഴുതാം? A is 135,
അടുത്ത എന്താണ്? ബി ഈസ് എ എക്സ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് ലെസ് ദാൻ 6. ഇത് നമുക്കിവിടെ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ നമുക്കിത് കണ്ടാലേ അറിയാം. ഇവിടെ ബി എന്ന് പറയുന്നത് എത്രയാണ്? ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഏതായിരിക്കും? ഓടും നാച്ചുറൽ നമ്പറും ആണെങ്കിൽ ലെസ് ദാൻ 6 ആണ്. 1ഉം 3ഉം 5ഉം ഉള്ളു. എന്താണ്? ഓടാണ്. അടുത്ത എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. ലെസ് ദാൻ 6 ആണ്. അപ്പം എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ബി എന്ന് എഴുതാം. ക്യാപിറ്റൽ എ ഇ ഐ ഒ യു, ക്യാപിറ്റൽ ബി എ ബി സി ഡി. എന്താണ്? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, ബി ഈസ് ഓൾസോ നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ഓർത്തോണം, ഇവിടെ എന്താണ്? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. ലെറ്റ് എ ആൻഡ് ബി ആർ ടു സെറ്റ്, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ്. എന്താണ്? എ ആൻഡ് ബി രണ്ട് സെറ്റ് ആണ്. എ ബിയുടെ സബ്സെറ്റ് ആണ്. പക്ഷേ എയും ബി ഈക്വൽ അല്ല. എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ആൻഡ് ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ്. അപ്പം ബി ആണ് സൂപ്പർ സെറ്റ്. അതായത് സ്കൂൾ സൂപ്പർ സെറ്റ്, ക്ലാസ് സബ്സെറ്റ്. A 1 2 3 proper subset of 1 2 3 4. Okay, if set a only one element, നമ്മൾ ഇതിനെ സിംഗിൾട്ടൺ സെറ്റ്, അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്?